മക്കളെ പിന്നെ ജയമാഷ് വീട് എവിടെയാണെന്നറിയാം? വീടിന് നേരെ പോയ ഒരു പഞ്ചായത്ത് കിണർ കാണും. അതിൻ്റെ പിറകിലുള്ള വലിയ വീടാണ്. അല്ല എന്തിനും കാര്യം നമ്മളെ പൊങ്ങളെ മോളെ ഒരു ആലോചന വന്നിനി മാഷ മോനായിട്ട്. അപ്പോൾ എല്ലാവരും കൊടുക്കാൻ വാങ്ങുന്നുള്ള എല്ലാം തീരുമാനമായി. എന്നാലും നമ്മളെ രീതിയിലൊന്ന് അന്വേഷിക്കണമല്ലോ. അപ്പം മാഷം മോനായിട്ട് നിങ്ങൾക്കായിരിക്കും എന്തെങ്കിലും പരിചയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓനെ അറിയാപ്പാ, നല്ല ഫാമിലി അല്ലേ. ഓൻ്റെ അച്ഛനും അമ്മയും ടീച്ചറും മാഷായതുകൊണ്ട് ചെക്കൻ നല്ല ഡീസൻ്റാണ്. ഓ അതെ അല്ലേ. ചെക്കന് കള്ളുകൂടിയും പീടിയിലൊന്നുമില്ല, നല്ല ഫാമിലിയാണ്. ഇപ്പം ആയിരിക്കും കല്ലും പിടിയിലും വേണ്ട. ഇപ്പോൾ ഫുള്ള് ഫോട്ടോ കഞ്ചാവല്ലേ. ഫാമിലി അല്ലാണെങ്കിൽ പിന്നെ നോക്കണ്ട. ചെക്കൻ നല്ല മഞ്ചനാ. പിന്നെ ഓന് ലിവറിനെന്തോ കംപ്ലൈൻറ്റ് ഇടുന്ന ആരോ പറയുന്ന കേട്ടിന്. അത് കുടിച്ചിട്ടൊന്നും ആയിരിക്കൂലപ്പാ. അതിപ്പോൾ ഈ വെളുക്കാണ്ടിരിക്കുന്ന ക്രീം ആയാലും അത് വെച്ചാലും വരുന്നില്ലേ പോകുന്നില്ലേ എൻ്റെ ലിവറിലോ. ലിവർ പിന്നെ ഇത്രയൊക്കെ ചെറിയ കഷ്ണല്ലേ വേണ്ടു. അതായത് വലിയ അതൊന്നും കാര്യമില്ലപ്പോൾ. അല്ലപ്പാ ചെക്കൻ വെളുത്തിട്ടല്ലേ, പിന്നെ ഇതിനോ ക്രീം തേക്കുന്നു. പിന്നെ ഉള്ളത് പറയാനല്ലോ, ചെക്കന് കേസും പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ ഇപ്പോൾ അടുത്ത് സീറ്റ് ബെൽറ്റ് ആണ്ട് വണ്ടി ഓടിച്ചതിന് എന്തോ ഒരു ഫൈന് വന്നിന്. അതിപ്പോൾ ഒരു കുറ്റ അതോ മറന്നുമായിരിക്കൂലേ. അതെങ്ങനെയാ അപ്പോൾ മറക്കുക? ചിലപ്പോൾ ഓനോഞ്ചുള്ള പെണ്ണ് വെൽറ്റിട്ടിന് അതുപോലെ കാണിച്ച ഫോട്ടോ. പിന്നെ അതേത് പെണ്ണ്? പെണ്ണൊന്നും ആയിരിക്കൂലപ്പാ. വാട്സപ്പിൽ വന്ന പോലെ പ്രേതോ യശു അതൊന്നും ക്യാമറയിൽ കുടുങ്ങിയായിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് പറ്റിയ ബന്ധമാണ്, നല്ല ഫാമിലിയാണ് അല്ലേ.